റഷ്യക്കെതിരെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കുന്നതിൽ യുക്രൈനുമേൽ ഏർപ്പെടുത്തിയ വിലക്ക് നീക്കി യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ. ആദ്യഘട്ടമായി പശ്ചിമ റഷ്യയിലെ കസ്ക് മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന റഷ്യൻ ഉത്തര കൊറിയൻ സംയുക്ത സേനയെയാകും യുക്രൈൻ ലക്ഷ്യം വെക്കുക എന്നും റിപ്പോർട്ടുകളുണ്ട്. യുക്രൈൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഉത്തര കൊറിയൻ സൈനികരെ കൂടി റഷ്യ കൊണ്ടുവന്നുവെന്നാണ് യുഎസ് ആരോപിക്കുന്നത്. അതിനുള്ള മറുപടിയാണത്രേ റഷ്യയ്ക്കകത്ത് മിസൈൽ ഉപയോഗിക്കാനുള്ള അനുമതി. നേരത്തെ റഷ്യൻ അതിർത്തിയിൽ ഹിമാർസ് എന്ന മിസൈൽ സംവിധാനം ഉപയോഗിക്കാൻ യുക്രൈന് അമേരിക്ക അനുമതി നൽകിയിരുന്നു. 80 കിലോമീറ്റർ ദൂരപരിധിയാണ് ഈ മിസൈലിനുള്ളത്. ഉചിതമായ നടപടി സ്വീകരിക്കാൻ തങ്ങൾക്ക് അനുമതി ലഭിച്ചുവെന്നാണല്ലോ മാധ്യമങ്ങളെ ചർച്ചയെന്ന് സെലൻസ്കി പറഞ്ഞു. പോരാട്ടങ്ങൾ വാക്കുകൾ കൊണ്ടല്ല പ്രകടമാക്കേണ്ടത്. അത്തരം കാര്യങ്ങളൊന്നും പ്രഖ്യാപിക്കുന്നില്ല. മിസൈലുകൾ സ്വയം സംസാരിച്ചുകൊള്ളുമെന്നും സെലൻസ്കി വ്യക്തമാക്കി. എന്നാൽ റഷ്യയ്ക്കകത്ത് ആക്രമണം നടത്താൻ യുഎസ് ആയുധങ്ങൾ ഉപയോഗിക്കാമെന്ന തീരുമാനം കനത്ത തിരിച്ചടി നൽകിയേക്കുമെന്ന് യുഎസിന് ഭയമുണ്ട്. യുഎസിന്റെയും സഖ്യകക്ഷികളുടെയും സൈന്യങ്ങളെ റഷ്യ നേരിൽ ആക്രമിക്കുമോ എന്നാണ് ഭയം. റഷ്യയ്ക്കകത്ത് ആക്രമണം നടത്താൻ യുഎസ് യൂറോപ്യൻ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിനെ റഷ്യയ്ക്കെതിരായ യുദ്ധമായി കാണുമെന്നാണ് സെപ്റ്റംബറിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞത്. ഖര ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മിസൈൽ സംവിധാനമാണ് ATACMS. സെക്കൻഡിൽ 1 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ ഇവയ്ക്ക് കഴിയും. 230 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ ഇവയിൽ ഉൾപ്പെടുത്താൻ കഴിയും. കൂടാതെ ചിതറിത്തെറിച്ചു പൊട്ടുന്ന ക്ലസ്റ്റർ ബോംബുകളും ചേർക്കാം. മുൻപ് പ്ലാൻ ചെയ്ത ലൊക്കേഷനിൽ ഇവ കൃത്യമായി എത്തുകയും ചെയ്യും. 2024 തുടക്കത്തിൽ തന്നെ ഈ മിസൈലുകൾ യുഎസ് യുക്രൈന് നൽകിയിരുന്നു. എന്നാൽ യുദ്ധമുന്നണിയിൽ മാത്രമേ ഉപയോഗിക്കാവൂ എന്നായിരുന്നു നിർദ്ദേശം. ജോ ബൈഡൻ യുഎസ് പ്രസിഡന്റ് പദമൊഴിയാൻ 2 മാസം മാത്രം ശേഷിക്കെയാണ് നിർണായക തീരുമാനം. യുക്രൈൻ യുദ്ധമുഖത്ത് റഷ്യയ്ക്കൊപ്പം ഉത്തര കൊറിയൻ സൈനികരെ വിന്യസിച്ച നീക്കത്തിനു പിന്നാലെയാണ് യുക്രൈന് സഹായകരമായ യുഎസിന്റെ നീക്കം.